ബാൽക്കോ പൈപ്സ്, അതായത് നമ്മുടെ പുനലൂരുള്ള ഒരു 33 വർഷമായിട്ട് നമ്മുടെ സമീപ പ്രദേശമായിട്ട് ഉള്ള പുനലൂരിൽ പ്രവർത്തിക്കുന്ന ബാൽക്കോ പൈപ്സ്, വാട്ടർ പൈപ്പും അതേപോലെ തന്നെ വയറിംഗ് പൈപ്പും. ഞങ്ങൾ കേരളത്തിലെ ആദ്യത്തെ ഈ വിഭാഗത്തിൽപ്പെട്ട ISI പൈപ്പ് കമ്പനി. ഇപ്പോഴ് ഞങ്ങൾ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഞങ്ങളുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിന്, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ജോഗ്രഫി, അതായത് ഞങ്ങളുടെ പ്രവർത്തന മേഖല കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും അതേപോലെ തന്നെ നമ്മുടെ സമീപ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിക്കുന്നതിന് വേണ്ടി ഫണ്ട്സ് സ്വരൂപിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഇന്ന് IPOയിലേക്ക് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. 13, 14, 16 ഈ 3 ദിവസങ്ങളിൽ നമ്മുടെ IPO ഓപ്പൺ ആണ്. ഞങ്ങൾ MSME സെക്ടറിൽപ്പെട്ട ആളുകളാണ്, കമ്പനിയാണ്. അപ്പം നമുക്ക് വളരെ നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ ഉള്ളത് ഫണ്ട്സ് സമാഹരിക്കുന്നത്, പ്രത്യേകിച്ചും MSME സെക്ടറിൽ. NSEയുടെ SME എമർജ് എന്ന പ്ലാറ്റ്ഫോമിൽ ഞങ്ങളെപ്പോലെയുള്ള ചെറുകിട കമ്പനിക്കാർക്ക് പബ്ലിക് ഫണ്ട്സ് സ്വരൂപിക്കുന്നതിനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമായി കണ്ടിട്ട് SME എമർജിലൂടെ ഇന്ന് നാളെ പിന്നീട് 16-ാം തീയതി 3 ദിവസത്തെ ഓപ്പണിംഗ് ആണ്. ഇപ്പം ഞങ്ങൾ ഏകദേശം ഒരു ചെറിയ എമൗണ്ട് ആണെങ്കിലും ഈ ഒരു അവസരം വിനിയോഗിക്കുക, നമ്മളെപ്പോലെ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ചെറുകിട സംരംഭങ്ങൾക്ക് നല്ലൊരു അവസരമാണ്. അത് വിനിയോഗിച്ച് മുന്നോട്ട് വളരുക എന്ന രീതിയിലാണ് നമ്മളിതിനെ കാണുന്നത്. ഈ SME എമർജിൽ അല്ലെങ്കിൽ ഈ സ്മോൾ സ്കെയിൽ ഓർഗനൈസേഷൻ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയിൽ ആകമാനം 400-ൽ താഴെ കമ്പനികൾ മാത്രമേ ഇങ്ങനെയുള്ള ഒരു അവസരം വിനിയോഗിച്ചിട്ടുള്ളൂ. നമുക്കറിയാം, ബാങ്കിങ് മേഖലകളിലുമൊക്കെ പോകുമ്പോൾ നമുക്ക് ലോൺ കിട്ടാനും അതേപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സമയം. അപ്പോൾ ഇതിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് നമ്മൾ IPOയിലൂടെ പണം സമാഹരിക്കുക, മുന്നോട്ട് പോകുകയായിരുന്നു. അതിന് ഏറ്റവും നല്ല ഒരു മാർഗമായി കണ്ടിട്ട് നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മൾ നോക്കിയാൽ വളരെ കുറച്ച് വിരലിൽ എണ്ണാവുന്ന കമ്പനികൾ മാത്രമേ ഈ ഒരു അവസരം ഉപയോഗിച്ചിട്ടുള്ളൂ. ഇത് വളരെ നല്ലൊരു അവസരമാണ്. അപ്പോൾ അത് ഞങ്ങളെപ്പോലെയുള്ള മറ്റ് കമ്പനികൾക്കുമൊക്കെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഒരു സ്മോൾ സ്കെയിൽ സംരംഭമായ ബാൽക്കോയ്ക്ക് നമ്മുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഈ IPO സബ്സ്ക്രിപ്ഷന് വേണ്ടി പ്രയോജനപ്പെടുത്തണമെന്നൊരു ആഗ്രഹമാണ്, ഒരു അഭ്യർത്ഥനയാണ് ഞങ്ങൾ ഈ ഒരു അവസരത്തിൽ പറയുന്നത്. ₹10 10 ഷെയർ ഉള്ളതാണ്. 91 രൂപ അത് വാല്യുവേഷന്റെ അടിസ്ഥാനത്തിലാണ്, കമ്പനിയുടെ കഴിഞ്ഞ വർഷങ്ങളിലെ ബാലൻസ് ഷീറ്റിന്റെ വാല്യുവേഷന്റെ അടിസ്ഥാനത്തിന്. അതോടൊപ്പം തന്നെ നമ്മൾ 30% ഷെയറുകൾ പബ്ലിക്കിലേക്ക് കൊടുക്കണമെന്നുണ്ട് നമ്മൾ ഈ ഇഷ്യൂവിന് IPOയ്ക്ക് പോകുമ്പോൾ. അപ്പോൾ അത് രണ്ടും കൂടെ മാച്ച് ചെയ്തിട്ടുള്ള കമ്പനിയുടെ വാല്യുവേഷൻ എത്ര നമ്മൾ ഡൈല്യൂട്ട് ചെയ്യണം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഫിക്സഡ് പ്രൈസ് വാല്യുവേഷൻ ചെയ്തിരിക്കുന്നത്. ഇത് വളരെ ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് പുതിയ സംരംഭകർക്കും. ഇപ്പോൾ ഇത് ഞങ്ങളുടെ കമ്പനിയിൽ തന്നെ പുതിയ തലമുറയാണ് ഇതിനെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഇതൊരു നല്ലൊരു അവസരമാണ്. അപ്പോൾ ആ ഒരു ഇതും കൂടെയാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാട്. ഞങ്ങൾ പ്രധാനമായിട്ടും ആലോചിക്കുന്നത് ഇങ്ങനെ ഒരു സംഗതി വെച്ചത് തന്നെ ഇങ്ങനെ ഒരു അവസരം കൂടി ആളുകൾക്ക്, ചെറുകിട സംരംഭകർക്ക് മുന്നിലുണ്ട്. അപ്പോൾ പലർക്കും അത് നല്ല കാര്യത്തിന് വേണ്ടി. നെറ്റ് പ്രോഫിറ്റ് ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളുടെ കമ്പനി പ്രവർത്തിക്കുന്ന ഒരു 4% നെറ്റ് പ്രോഫിറ്റിലാണ് പ്രവർത്തിക്കുന്നത്. അല്ലല്ല, നമ്മളിപ്പോൾ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായി. നേരത്തെ തന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. നമ്മൾ തുടങ്ങിയത് 91-ല് അല്ല, ഇത് 91-ല് പുനലൂര് തുടങ്ങിയ സംരംഭമാണ്. ഇപ്പോൾ ഒരു 4 ഫാക്ടറി ഉണ്ട്. പുനലൂര് 2 ഫാക്ടറി, കണ്ണൂർ ഒരു ഫാക്ടറി ഉണ്ട്, പ്ലസ് നമ്മുടെ ചെങ്കോട്ടയിൽ തമിഴ്നാട് ചെങ്കോട്ടയിൽ ഒരു ഫാക്ടറി ഉണ്ട്. 4 ഫാക്ടറികൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ മെയിനായിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിംഗ് പൈപ്സ് ആണ്. കൺസീൽഡിന് ഉള്ളിൽ ഉപയോഗിക്കുന്ന വയറിംഗ് പൈപ്സ് ആണ് പ്രധാന പ്രോഡക്റ്റ്. അതും അതിൻ്റെ അക്സസറീസ്. പിന്നെ
പിന്നെ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഒരു കോമ്പറ്റീറ്റീവ് മേഖലയാണ്. നമ്മുടെ ക്വാളിറ്റി നിലനിർത്തി പോവുക, അതിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ മുന്നോട്ട് പോവുക എന്നുള്ള ഒരു പോളിസിയാണ്. അതാണ് ഞങ്ങളുടെ ഈ 33 വർഷത്തെ പ്രവർത്തന നേട്ടവും അത് തന്നെയാണ്.